CMF ഫോൺ 1ഉം അതുപോലെ തന്നെ ആ ഒരു സെയിം പ്രൈസ് റേഞ്ചിൽ വരുന്ന റിയൽമിയുടെ P1 5G ഇതിലേതാണ് ബെസ്റ്റ്? അല്ലെങ്കിൽ വാങ്ങുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ CMF ഫോണാണോ വാങ്ങേണ്ടത് അല്ലെങ്കിൽ റിയൽമി P1 ആണോ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഒരു ബെസ്റ്റ് വാല്യൂ കിട്ടുന്ന അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി ഫോൺ ഏതാണ്? അപ്പോൾ ഈ രണ്ട് ഫോണൊന്ന് കമ്പയർ ചെയ്ത് ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വീഡിയോയുടെ അവസാനം ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഈ രണ്ട് ഫോൺ ഏതെങ്കിലും ഒരു ഫോണാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക. സോ കൂടുതലായിട്ട് പറഞ്ഞ ടൈം വേസ്റ്റിൻ്റെ അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് പ്രൈസ് രണ്ട് ഫോണിൻ്റെയും ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ 6GB 128GB തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 15,999 ആയിട്ടാണ് നോർമൽ ആയിട്ടുള്ള പ്രൈസ് വരുന്നത്. അപ്പം സെയിം ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. ഇനി ബിൽഡ് ആൻഡ് ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ബിൽഡ് രണ്ടും പ്ലാസ്റ്റിക് ബിൽഡ് തന്നെയാണ് വരുന്നത്. പിന്നെ ഡിസൈൻ്റെ കാര്യത്തിലാണ് ചേഞ്ച് വരുന്നത്. റിയൽമിയിലാണെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ആ ഒരു സർക്കിളായിട്ടുള്ള ക്യാമറ മോഡ്യൂളും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇനി CMFിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ബാക്ക് പാനലൊക്കെ തന്നെ റിമൂവ് ചെയ്ത് നമുക്ക് കളറൊക്കെ വേറെ ബാക്ക് പാനലൊക്കെ വാങ്ങിച്ച് വെക്കാൻ വേണ്ടി പറ്റുന്നു. അങ്ങനെ കുറച്ചധികം ഡിസൈനിലൊക്കെ തന്നെ കുറച്ചധികം ഇതൊക്കെയുള്ള ഒരു ഫോണാണ് CMF ഫോൺ എന്നുള്ളത്. അപ്പോൾ അതാണ് ഡിഫറൻസ്. കുറച്ചും കൂടെ ഒരു ഡിസൈൻ വൈസൊക്കെ നോക്കി എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു പേഴ്സണലി പ്രിഫറൻസ് അതിന് കൊടുക്കാവുന്നതാണ്. അല്ലാത്ത രീതിയിൽ നോർമലായിട്ടുള്ള ഫോണൊക്കെ മതി എന്നുണ്ടെങ്കിൽ റിയൽമിയിലേക്ക് പോവാം. അപ്പോൾ ഡിസൈൻ വൈസ് അങ്ങനെയാണ്, രണ്ടും പ്ലാസ്റ്റിക് തന്നെയാണ്. എന്നാൽ പോലും ആ ഒരു ചെറിയ ആ ഒരു വ്യത്യാസം CMF കുറച്ചും കൂടി ഒരു വെറൈറ്റി ഡിസൈൻ, ഒരു ഫണ്ണായിട്ടുള്ള ഫോണായിട്ടാണ് തോന്നിയത് ഇതിൻ്റെ ഡിസൈൻ വൈസ് നോക്കുന്ന സമയത്ത്. അപ്പം അങ്ങനെയൊക്കെ ഒരു ഫൺ ഇഷ്ടപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോൺ വാങ്ങിച്ചിട്ട് മറ്റുള്ള മുമ്പിൽ കുറച്ചും കൂടി ഷോ ഓഫ് കാണിക്കണം എന്നുണ്ടെങ്കിൽ അത് നത്തിങ് ഫോൺ എടുത്തു കഴിഞ്ഞാൽ നത്തിങ് അല്ല CMF ഫോൺ 1 എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അത് റിയൽമിയിൽ കിട്ടില്ല. അത് മാത്രമേ ഒരു മെയിനായിട്ട് ഡിഫറൻസ് ഡിസൈൻ്റെ ഭാഗത്ത് പറയാനുള്ളൂ. ദെൻ ഡിസ്പ്ലേ CMF ഫോൺ 1ലാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD AMOLED 120Hz ഡിസ്പ്ലേ വരുന്നുണ്ട്. 2000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനർ തന്നെയാണ് വരുന്നത്. ഇനി റിയൽമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD AMOLED 120Hz ഡിസ്പ്ലേ വരുന്നുണ്ട്. 1200 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും ഇൻ ഡിസ്പ്ലേ ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനർ തന്നെയാണ് വരുന്നത്. അപ്പം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ സൈസ് തന്നെയാണ് രണ്ട് ഫോണിൽ വരുന്നത്. ആകെപ്പാടുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു പീക്ക് ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ബാക്കി എല്ലാം സെയിമാണ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ഹോൾ ആയിട്ട് തന്നെയാണ് രണ്ട് ഫോണിൻ്റെയും ക്യാമറ അലൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ആ കാര്യത്തിലും നോ ഡിഫറൻസ്. അപ്പോൾ എന്താ പറയുക, ഡിസ്പ്ലേ വൈസും നമുക്കങ്ങനെ ഒന്ന് ബെറ്റർ ആണെന്ന് പറയാനില്ല. രണ്ടും സെയിം തന്നെയാണ്. പീക്ക് ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിൽ വലിയ ഇതൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ എന്തായാലും രണ്ട് ഡിസ്പ്ലേയും സെയിം തന്നെയാണ്. ഒന്ന് ബെറ്റർ ആയിട്ടൊന്നും പറയാനില്ല. രണ്ടും സെയിം തന്നെയാണ്. ദെൻ ക്യാമറ CMF ഫോണിലാണെങ്കിൽ 15 MB പ്രൈമറി ക്യാമറയും 2 MB ഡെപ്ത് ക്യാമറയും വരുന്നുണ്ട്. 16 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇതേ സെയിം സെറ്റപ്പ് തന്നെയാണ് റിയൽമിയിലും വരുന്നത്. 15 MB പ്രൈമറി ക്യാമറ, 2 MB ഡെപ്ത് ക്യാമറയും 16 MB സെൽഫി ക്യാമറയാണ് റിയൽമിയിൽ വരുന്നത്. ബട്ട് റിയൽമിയിൽ നമുക്ക് ഫുൾ HD മാത്രമേ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ബട്ട് CMF ഫോൺ 1ലാണെങ്കിൽ അവിടെ നമുക്ക് 4K ആയിട്ട് 13 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു ഡിഫറൻസ് ആയിട്ട് പറയാനുള്ളതാണ് ക്യാമറയെ പറ്റി. ബട്ട് ക്യാമറ നിങ്ങൾ ഒരിക്കലും സ്പെസിഫിക്കേഷൻസ് നോക്കിയിട്ട് ക്യാമറ പോയിട്ട് എടുക്കരുത്. ഒരു ഫുള്ളായിട്ടുള്ള റിവ്യൂസും ക്യാമറ റിവ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് മാത്രം ക്യാമറയിലേക്ക് പോവാം. അപ്പം അത് മെയിനായിട്ട് നോക്കാം. അപ്പോൾ ക്യാമറ സ്പെസിഫിക്കേഷൻ വൈസ് 4K ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പറയാനുള്ളത് CMF ഫോൺ 1 തന്നെയാണ്. ദെൻ പെർഫോമൻസ് CMF ഫോൺ 1ലാണെങ്കിൽ MediaTekൻ്റെ Dimensity 7300 എന്ന പ്രോസറാണ് വരുന്നത്. ആൻഡ് സ്കോർ എന്ന് പറഞ്ഞാൽ 6,15,000 എബോ ആയിട്ട് വരുന്നുണ്ട്. ഇനി റിയൽമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekൻ്റെ Dimensity 7050 എന്ന പ്രോസറാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ആൻഡ് സ്കോർ എന്ന് പറഞ്ഞാൽ 6 lakh ആയിട്ടാണ് വരുന്നത്. അപ്പം ചെറിയ രീതിയിലുള്ള ഡിഫറൻസ് ആൻഡ് സ്കോറിലൊക്കെ തന്നെ വരുന്നുണ്ട്. ഒരു 15,000 ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ളൊരു പെർഫോമൻസ് ചേഞ്ചസും വരുന്നുണ്ട്. കുറച്ചും കൂടെ പുതിയ ചിപ്സെറ്റാണ് ഈ ഒരു CMF ഫോൺ 1ൽ വരുന്നത്. രണ്ടുമായിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ളത് CMF ഫോൺ 1 തന്നെയാണ്. അത് വലിയ ഡിഫറൻസ് ആയിട്ടൊന്നും പറയാനില്ല. എന്നാലും ചെറിയ സ്പെസിഫിക്കേഷൻ വൈസ് പറയുന്ന സമയത്ത് ചെറിയ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടുന്നത് CMF ഫോൺ 1ലാണ്. അത്ര മാത്രമേ ഉള്ളൂ.
പിന്നീട് രണ്ട് ഫോണും ആൻഡ്രോയിഡ് 14 ആയിട്ട് തന്നെയാണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത്. പിന്നീട് CMF ഫോൺ 1-ലാണെങ്കിൽ നത്തിങ്ങിൻ്റെ OS ആണ്, ക്ലീൻ ആയിട്ടുള്ള UI ആണ്, യാതൊരു തരത്തിലുള്ള ബഗ്ഗോ ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. റിയൽമിയിലാണെങ്കിൽ റിയൽമി UI 5.0 ആയിട്ടാണ് വരുന്നത്. UIയിൽ കുറച്ചും കൂടെ ബെറ്റർ നത്തിങ്ങിൻ്റെ OS തന്നെയാണ്. അപ്പം അവിടെ കുറച്ചും കൂടി പൊക്കത്തിൽ നിൽക്കുന്നത് CMF ഫോൺ 1 തന്നെയാണ് UIയുടെ കാര്യത്തിൽ. ദെൻ 5000 mAh ബാറ്ററി തന്നെയാണ് രണ്ട് ഫോണിലും വരുന്നത്. CMF ഫോൺ 1-ലാണെങ്കിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും റിയൽമിയിലാണെങ്കിൽ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഫാസ്റ്റ് ചാർജിങ് കാര്യത്തിൽ വ്യത്യാസം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് റിയൽമിയാണ്. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ബിൽഡ് ആൻഡ് ഡിസൈൻ്റെ കാര്യത്തിൽ ഡിസൈനിൽ കുറച്ചും കൂടെ ബെറ്റർ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു വെറൈറ്റി, അല്ലെങ്കിൽ കുറച്ചും കൂടി ഫണ്ണായിട്ടുള്ള ഫോണെന്ന് പറയുന്നത് CMF ഫോൺ 1 തന്നെയാണ്. പിന്നീട് ഡിസ്പ്ലേ ആണെങ്കിലും സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ക്യാമറയും കുറച്ചും കൂടെ ബെറ്ററായിട്ട് 4K ഒക്കെ തന്നെ കിട്ടുന്നുണ്ടാണ്. കുറച്ചും കൂടെ ബെറ്ററായിട്ട് ക്യാമറയിൽ വരുന്നത് CMF ഫോൺ 1 ആണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിലും കുറച്ചും കൂടെ ബെറ്ററായിട്ട് വരുന്നത് CMF ഫോൺ 1 ആണ്. ബാറ്ററി സെയിം തന്നെയാണ്, പക്ഷേ ഫാസ്റ്റ് ചാർജിങ് കാര്യത്തിൽ റിയൽമിയാണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ദി ബെസ്റ്റ് എന്ന് പറയുന്നത് CMF ഫോൺ 1 തന്നെയാണ്. ബട്ട് റിയൽമി ഒട്ടും പുറകെയല്ല, എല്ലാ രീതിയിലും ഓൾമോസ്റ്റ് സെയിം ആണ്. എന്നാൽ പോലും ചെറിയ രീതിയിൽ മാത്രമേ CMF ഫോൺ 1 മുന്നിൽ നിൽക്കുന്നുള്ളൂ. എന്നാൽ പോലും രണ്ട് ഫോൺ എടുത്താലും രണ്ടും നല്ലൊരു വാല്യൂ ഫോർ മണി, അല്ലെങ്കിൽ രണ്ടും ഒരു ബെസ്റ്റ് ഫോൺ തന്നെയാണ്. ചെറിയ രീതിയിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ഇപ്പം CMF ഫോൺ 1 പുതിയൊരു ബ്രാൻഡാണ്, നിങ്ങൾക്ക് അങ്ങനെ പുതിയ ബ്രാൻഡ് ഫോൺസ് ഒന്നും എടുക്കേണ്ട താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ റിയൽമിയിലേക്ക് പോവുക. ബട്ട് കുറച്ചും കൂടെ നല്ല ക്ലീൻ ആയിട്ടുള്ള UIയും കാര്യങ്ങളൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് നത്തിങ് OS കിട്ടുന്നതായിരിക്കും. അതൊക്കെ നോക്കുക, മെയിൻലി റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് മാത്രം എടുക്കുക. രണ്ട് ഫോൺ എടുത്താലും യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല, രണ്ടും ഓൾമോസ്റ്റ് സെയിം സ്പെക്ക് തന്നെയാണ് വരുന്നത്, വലിയ ഡിഫറൻസ് വരുന്നില്ല. ബട്ട് നത്തിങ്ങിൽ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളും കുറച്ചും കൂടി മുമ്പിൽ നിർത്തുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം ഏതെടുത്താലും നോ ഇഷ്യൂസ്. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.